വെൽക്കം ടു QA ഫോക്കസ്. തെർമോഡൈനാമിക്സ് +1 കെമിസ്ട്രിക്കകത്ത് തെർമോഡൈനാമിക്സിനകത്ത് എൻതാൽപ്പിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എൻതാൽപ്പിയും അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോബ്ലംസും. എൻതാൽപ്പി ബേസ് ചെയ്ത് കുറേ പ്രോബ്ലംസ്, കുറേ ന്യൂമറിക്കൽസ് വരാറുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഒരു കാറ്റഗറി മാത്രമേ നമ്മളിവിടെ നോക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് നെക്സ്റ്റ് വീഡിയോസിൽ വരുന്നതായിരിക്കുമേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത്, ആദ്യം നമുക്ക് എൻതാൽപ്പി എന്താന്ന് നോക്കാം. എൻതാൽപ്പി എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിനകത്തുള്ള ടോട്ടൽ ഹീറ്റിനെയാണ് എൻതാൽപ്പി എന്ന് പറയുന്നത്. ഒരു സിസ്റ്റത്തിനകത്തുള്ള ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് എ സിസ്റ്റം, ഇതിനെയാണ് എൻതാൽപ്പി എന്ന് പറയുന്നത്. എൻതാൽപ്പി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എച്ച് എന്ന് പറയുന്ന ടേം വെച്ചിട്ടാണ്. എൻതാൽപ്പി എന്ന് പറയുന്നത് എച്ച് എന്ന് പറയുന്ന ടേം വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി എൻതാൽപ്പി എന്ന് പറയുന്നത് U പ്ലസ് PV ആയിരിക്കും. U പ്ലസ് PV. U എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിന് ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ടോട്ടൽ എനർജി ഓഫ് ദി സിസ്റ്റം. U എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി, PV എന്ന് പറയുന്നത് പ്രഷർ വോളിയം എനർജി. അപ്പോൾ എൻതാൽപ്പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി സം ഓഫ് ഇന്റേണൽ എനർജി ആൻഡ് പ്രഷർ വോളിയം എനർജി ആയിരിക്കും. ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഫൈനൽ എൻതാൽപ്പി മൈനസ് ഇനിഷ്യൽ എൻതാൽപ്പി, അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് ദി പ്രോഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് ദി റിയാക്റ്റൻസ്. ആയിരിക്കും. അതുപോലെ തന്നെ പ്രോബ്ലം ചെയ്യാൻ നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷനും കൂടിയുണ്ട്. എൻതാൽപ്പി എന്ന് പറയുന്നത് ΔU പ്ലസ് P ΔV ആയിരിക്കും. ΔH is equal to ΔU പ്ലസ് P ΔV ആയിരിക്കും. ഇനി ഈ എൻതാൽപ്പി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. എന്താ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഒരു ഫംഗ്ഷൻ അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളതെങ്കിൽ അതിന് നമുക്ക് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫംഗ്ഷൻ ദാറ്റ് ഡിപ്പെൻഡ് only on initial and final state. ഒരു സിസ്റ്റത്തിന്റെ ഇനിഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന പ്രോസസ്സിനെ ഒന്നും തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള പാത്തിനെ ഒന്നും തന്നെ, എന്തൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്നു എന്നതിനെ ഒന്നും തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അത്തരം ഫംഗ്ഷനെയാണ് പറയുന്നത് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എൻതാൽപ്പി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. ഇനി ഇതിൻ്റെ ഇടയ്ക്കുള്ള പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിലോ അതിന് നമ്മൾ പറയുന്നത് പാത്ത് ഫംഗ്ഷൻ എന്നാണ്. ഇപ്പോൾ സ്റ്റേറ്റ് ഫംഗ്ഷൻ എക്സാമ്പിൾസ് ഗിബ്സ് എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, ടെമ്പറേച്ചർ, വോളിയം, ഇതെല്ലാം സ്റ്റേറ്റ് ഫംഗ്ഷൻ എക്സാമ്പിളാണ്. പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സിസ്റ്റം വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി പാത്ത് ഫോളോഡ്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാത്ത് ഫംഗ്ഷൻ ആയിരിക്കും. വർക്കും ഹീറ്റുമാണ് പാത്ത് ഫംഗ്ഷനായിട്ട് വരുന്നത്. അപ്പോൾ സാധാരണ 1 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുള്ളതാണ്. സാധാരണ ചോദിച്ചു കാണാറുള്ളതാണ്. എന്താ പാത്ത് ഫംഗ്ഷൻ? ഫംഗ്ഷൻ ദാറ്റ് ഡിപ്പെൻഡ് ഓൺ പാത്ത് ഫോളോഡ്. എക്സാമ്പിൾ ഹീറ്റ്, വർക്ക്. സ്റ്റേറ്റ് ഫംഗ്ഷൻ എക്സാമ്പിളോ ഗിബ്സ് എനർജി,
എൻട്രോപ്പി, ടെമ്പറേച്ചർ, വോളിയം, പ്രഷർ, ഇതെല്ലാം സ്റ്റേറ്റ് ഫംഗ്ഷൻ എക്സാമ്പിൾസ് ആണ്. സ്റ്റേറ്റ് ഫംഗ്ഷൻ ചിലപ്പോൾ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടോ, അല്ലെങ്കിൽ പിക്ക് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദി പാത്ത് ഫംഗ്ഷൻ, അല്ലെങ്കിൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദി സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കാറുണ്ട്. അതുപോലെ മാച്ച് ദ ഫോളോയിങ് അതിനകത്തൊക്കെ ചിലപ്പോൾ കയറി വരാറുണ്ട്, 1 മാർക്കായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാത്ത് ഫംഗ്ഷനും സ്റ്റേറ്റ് ഫംഗ്ഷനും പഠിച്ചിട്ടാണ് സാധാരണ ചോദിച്ച് കാണാറുള്ളതാണ്. എക്സാമ്പിൾസ് ആണ് സാധാരണ ചോദിച്ച് കാണാറുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഓക്കെ, ഇനി ഏതെങ്കിലുമൊക്കെ എന്തൽപി, എൻട്രോപ്പി, ഗിബ്സ് എനർജിയൊക്കെ എഴുതുമ്പോഴത്തേക്കും അത് ഏത് ഫംഗ്ഷനാണെന്നുള്ളത്, പാത്ത് ഫംഗ്ഷനാണോ സ്റ്റേറ്റ് ഫംഗ്ഷനാണോ എന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി അറിയേണ്ടത് എന്തൽപി എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടി അതിനകത്തുള്ള മാറ്ററിനെ, എന്തോരം മാറ്റർ അതിനകത്തുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. പ്രോപ്പർട്ടി ദാറ്റ് ഡിപ്പെൻഡ് ഓൺ എമൗണ്ട് ഓഫ് മാറ്റർ. മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാൻ പറ്റും? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാൻ പറ്റും. മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. എന്തൽപി എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എന്തൽപി എന്ന് പറയുന്നത് ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് ദി സിസ്റ്റം ആണ്. റെപ്രസെന്റ് ചെയ്യുന്നത് എച്ച് ആണ്. ഹീറ്റ് ആണെങ്കിൽ നമുക്കറിയാം യൂണിറ്റ് എന്തായിരിക്കും? ജൂൾ ആണ് അല്ലേ? യൂണിറ്റ് ജൂൾ ആണ്. ദെൻ എച്ച് ഈക്വൽ ടു യു പ്ലസ് പി വി, അതൊരു ഇക്വേഷനാണ്. യു എന്ന് പറയുന്നത് ഇന്റേണൽ എനർജിയാണ്. ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിനകത്ത് വരുന്ന ടോട്ടൽ എനർജിക്ക് പറയുന്നതാണ് ഇന്റേണൽ എനർജി എന്ന്. പി വി എന്ന് പറയുന്നത് പ്രഷർ, വോളിയം ചേഞ്ച് ആകുമ്പോഴൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുന്നതാണ് പി വി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ചേഞ്ച് ഇൻ എന്തൽപി എന്ന് പറയുന്നത് ഫൈനൽ എന്തൽപി മൈനസ് ഇനിഷ്യൽ എന്തൽപി ആയിരിക്കും, അല്ലെങ്കിൽ എന്തൽപി ഓഫ് ദി പ്രോഡക്റ്റ് മൈനസ് എന്തൽപി ഓഫ് ദി റിയാക്റ്റൻസ് ആയിരിക്കും. പിന്നെ പ്രോബ്ലം ചെയ്യാനായിട്ട് ഈ ഒരു ഇക്വേഷനും കൂടി നിറഞ്ഞിട്ടേക്കുക. എന്തൽപി ഇസ് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. അതൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ ആണോ? delta FH0, standard enthalpy of formation. Standard enthalpy of formation. Standard enthalpy of formation എന്ന് പറയുന്നത് the enthalpy change during the formation of the change in enthalpy അല്ലെങ്കിൽ enthalpy change during the formation of one mole of product from its constituent elements. ഒരു മോൾ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു മോൾ പ്രോഡക്റ്റ് അതിൻ്റെ എലമെൻസിൽ നിന്ന് ഫോം ചെയ്യുമ്പോഴത്തേക്കും അവിടെ നടക്കുന്ന എന്തൽപി ചേഞ്ചിനെയാണ് എന്ത് പറയുന്നത്? എന്തൽപി ഓഫ് ഫോർമേഷൻ. ഇനി സ്റ്റാൻഡേർഡ് എന്തൽപി ഓഫ് ഫോർമേഷൻ വരണമെങ്കിൽ എന്തായിരിക്കണം? അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ആയിരിക്കണം. അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയില്ലേ, അതിനാണ് അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പം എന്തൽപി ചേഞ്ച് ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് വൺ മോൾ ഓഫ് സബ്സ്റ്റൻസ് ഫ്രം ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ്
എലമെന്റ്സ് എന്ന് പറയുന്നതാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. അത് തന്നെ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണെങ്കിൽ അതിന് എന്ത് പറയാം? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയാം. ദിസ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയാം. ക്ലിയർ ആയോ? ഇനി എൻതാൽപ്പി ഓഫ് ദ റിയാക്ഷൻ, ദാറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് enthalpy of formation of the product minus standard enthalpy of formation of the reactants ആയിരിക്കും. Standard enthalpy of formation of the product minus standard enthalpy of the formation of the reactants ആയിരിക്കും. അപ്പം ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്, പഠിച്ചിട്ടാണ്. ഇത് ബേസ് ചെയ്ത് പ്രോബ്ലംസ് നമുക്ക് ചോദിക്കാറുണ്ട്. Enthalpy of the reaction is the enthalpy of formation of the product minus enthalpy of formation of the റിയാക്റ്റൻസ് ആയിരിക്കും. പിന്നെ ചേഞ്ച് ഇൻ എൻതാൽപ്പി, എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് ദി റിയാക്റ്റൻസ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് വരുന്ന ഒരു പ്രോബ്ലം നോക്കാം. ഇതിനെ ബേസ് ചെയ്തുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് സാധാരണ ഈ ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കാറുള്ളതാണ് കേട്ടോ. നോക്കിയ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CH4 മീഥേൻ ആണ്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ. നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ട്. 74.85, -393.5 ആൻഡ് -286 കിലോജൂൾ പെർ മോൾ റെസ്പെക്റ്റീവ്ലി. കാൽക്കുലേറ്റ് ദ ടോട്ടൽ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഓഫ് മീഥേൻ. എൻതാൽപ്പി ഓഫ് ദ റിയാക്ഷൻ ആണ് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? എൻതാൽപ്പി ഓഫ് ദി റിയാക്ഷൻ ആണ് നമുക്കിവിടെ കിട്ടേണ്ടത്. ഓക്കെ, ഇവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് CH4 കമ്പസ്റ്റൻ ആണ്, അല്ലേ? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. കമ്പസ്റ്റൻ നടന്നാൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിരിക്കും. CH4 ഗ്യാസ്, ഇതും ഗ്യാസാണ്, ലിക്വിഡാണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്കിതൊന്ന് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത് 2O2, അല്ലേ? 2O2 കൊടുക്കണം. ദെൻ H4 ആണ്, 2 വരും ഇവിടെ, അല്ലേ? 2H2. ഓക്കെ, ദെൻ 2 ഓക്കെ, കറക്റ്റ്. 2H2. ഓക്കെ, ഇതാണ് നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഇതിനകത്ത് നമുക്ക് എൻതാൽപ്പി ഓഫ് ദി റിയാക്ഷൻ കിട്ടാനായിട്ട് RH ഈക്വൽ ടു എൻതാൽപ്പി ഓഫ് ദി പ്രോഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് ദി റിയാക്റ്റൻസ് ആണ്, അല്ലേ? എൻതാൽപ്പി ഓഫ് ദി പ്രോഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് ദി റിയാക്റ്റൻസ് ആണ്. എൻതാൽപ്പി ഓഫ് ദി പ്രോഡക്റ്റ് എന്ന് പറയുമ്പം ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും H2O 2 എണ്ണം ഉണ്ട്, അല്ലേ? H2O 2 എണ്ണം ഉണ്ട്. അപ്പം HP എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെത്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഓക്കെ, -393, അല്ലേ? CH4 74 ആണ്. ഓക്കെ, -393 ആണ്. ദെൻ പ്ലസ്, ഇനി ആരുടെ ഇവിടെ പ്രോഡക്റ്റ് നമ്മളിപ്പം കാർബൺ ഡൈ ഓക്സൈഡിന് നമ്മൾ എഴുതി. പ്രോഡക്റ്റ് ഇതാണ്, പ്രോഡക്റ്റ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ നമ്മൾ എഴുതി. ഇനി ഇതിൻ്റെയും കൂടി എഴുതണം, അല്ലേ? 2H2O. H2O നമുക്കിവിടെ തന്നിട്ടുണ്ട് -286 ആണ്. പക്ഷെ 2 എണ്ണം ഉണ്ടല്ലോ, അപ്പം എന്ത് വരും? 2 × -286 വരും. ഇവിടെ നോക്കിയേ, 2H2O ആണ്, അല്ലേ? നമുക്ക് ക്വസ്റ്റിന് തന്നിരിക്കുന്നത് H2O ആണ്. അപ്പം 2H2O എന്ന് പറയുമ്പോൾ നമുക്ക് ആ വാല്യൂവിനെ 2 കൊണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഓഫ് ദ റിയാക്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ CH4 ആണ്, മീഥേൻ ആണ്. മീഥേൻ്റെ വാല്യൂ നമുക്കിവിടെ തന്നിട്ടുണ്ട് -74.85. പ്ലസ് ഇനി ഇവിടെ തന്നിരിക്കുന്ന ഓക്സിജൻ്റെയാണ്. പ്യുവർ
ഫോമിലുള്ള സബ്സ്റ്റൻസിൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ 0 ആയിരിക്കും. അത് നോട്ട് ചെയ്തിട്ടോണം. പ്യുവർ ഫോമിലുള്ള സബ്സ്റ്റൻസിൻ്റെ the enthalpy of formation of the pure substance is 0. O2ൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ 0 ആയിരിക്കും. H2ൻ്റെ 0 ആണ്. N2 എടുക്കുമ്പോൾ 0 ആണ്. Cl2 എടുക്കുമ്പോൾ 0 ആണ്. പ്യുവർ ഫോമിൽ നമ്മൾ എടുക്കുന്നതൊക്കെ 0 ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രോഡക്റ്റിൽ റിയാക്റ്റൻസിൽ ആരുടെ കാര്യം മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി? CH4ൻ്റെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഇത് വേണ്ട. ഇനിയാണ് നമുക്ക് ടോട്ടൽ ഇതേ മൈനസ് ഇത് അല്ലേ, -393 പ്ലസ് 2 ഇൻറ്റു -286 -74.8 അല്ലേ. മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആയിട്ട് വരും. 74.8 എന്ന് വരും. ആദ്യം ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു മൈനസ് ഇട്ടൊരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അതിൻ്റെ കൂടെ ഇതും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടും. ഇതിന് ആൻസർ എന്ന് പറയുന്നത് -890 കിലോ ജൂൾ പെർ മോളാണ്. കിലോ ജൂൾ പെർ മോളാണ്. 2 ഇൻറ്റു -286 ആദ്യം ചെയ്യുക. മൈനസ് വരുന്ന രണ്ടെണ്ണം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് മൈനസ് ഓഫ് ഒരു വാല്യൂ നമുക്കിവിടെ കിട്ടും. അതിൻ്റെ കൂടെ ഇതും കൂടി ആഡ് ചെയ്യുക. കിട്ടുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, പഠിച്ചോണേ. 2 ക്വസ്റ്റ്യനൊക്കെ ചെയ്തൊന്ന് പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ അതേ പാറ്റേണിൽ തന്നെ വരുന്നതാണ്. കാൽക്കുലേറ്റ് ദ എൻതാൽപ്പി ഓഫ് ദി റിയാക്ഷൻ. എൻതാൽപ്പി ഓഫ് ദി റിയാക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. N2O4 ഗ്യാസ് പ്ലസ് 3O gives N2O പ്ലസ് 3CO2. ഇതിനകത്ത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് എല്ലാത്തിൻ്റെയും വാല്യൂ നമുക്കിവിടെ തന്നിട്ടുണ്ട്. സിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് -110 ആണ്. CO2യുടെ തന്നിട്ടുണ്ട് -393 ആണ് CO2ൻ്റെ. ഓക്കെ, N2യുടെ തന്നിട്ടുണ്ട്. ദെൻ N2O4ൻ്റെ വാല്യൂ നമുക്കിവിടെ തന്നിട്ടുണ്ട്. റിയാക്ഷൻ എന്ന് പറയുന്നത് N2O4 പ്ലസ് N2O പ്ലസ് CO2. ഓക്കെ, N2O പ്ലസ് 3CO2. ഓക്കെ, ഇവിടെ നമുക്ക് എൻതാൽപ്പി ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് എൻതാൽപ്പി ഓഫ് ദി പ്രോഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് ദി റിയാക്റ്റൻസ് ആണ്. എൻതാൽപ്പി ഓഫ് എൻതാൽപ്പി ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ദി പ്രോഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ദ റിയാക്റ്റൻസ് ആണ്. പ്രോഡക്റ്റിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിവിടെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് N2Oയും 3O2 ആണ് അല്ലേ. N2Oയും 3O2 ആണ്. N2Oയുടെ എൻതാൽപ്പി നമുക്കിവിടെ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. നോക്കിക്കേ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ 81 ആണ്. 81 ആണ്. അതുപോലെ തന്നെ CO2ൻ്റെ -393 ആണ്. -393. അപ്പം 81ഉം -393. -393 പ്ലസ് 81. ഇനി ഇവിടെ ഇതൊന്ന് നോട്ട് ചെയ്തേ. ഇവിടെ CO എന്ന് പറയുന്നത് പ്രോഡക്റ്റിൻ്റെയാണ് നമ്മൾ എഴുതിയല്ലേ. ഓക്കെ, N2Oയുടെ 81ഉം ദെൻ CO2ൻ്റെത് -393. CO2 എന്ന് പറയുന്നത് ഇവിടെ 3 എണ്ണം ഉണ്ട്. ഇവിടെ നമ്മൾ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം.
3CO2 ഇവിടെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം പ്ലസ് N2O N2Oയുടെ 81 ആണ്. അതുപോലെ തന്നെ പ്രോഡക്റ്റിൻ്റെ എഴുതുമ്പോഴോ ഫോർമേഷൻ ഓഫ് HR അല്ലേ. ഇവിടെ റിയാക്റ്റൻസിന് എഴുതുമ്പോഴത്തേക്ക് നമുക്ക് N2O4 വേണം. N2O4 എന്ന് പറയുന്നത് 9.7 ആണ്. 9.7 ആണ്. പ്ലസ് COയുടേത് -110 ആണ്. ഇനി ഇവിടെ നോക്കി, ഇവിടെ 3 ഉണ്ട്, ഇവിടെയും × 3 കൊടുത്തേക്കുക. ഇങ്ങനെയാണെങ്കിൽ റിയാക്ഷൻ്റെ എൻതാൽപ്പി എന്ന് പറയുന്നത് ഇതേ മൈനസ് ഇതായിരിക്കും. ഇതെന്ന് പറയുന്നത് -393 × 3, ആദ്യം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ കൂടെ 81 ആഡ് ചെയ്യുക, ആ കിട്ടുന്നതിൻ്റെ അകത്തുനിന്ന് 9.7 പ്ലസ് 3 × -110 കുറയ്ക്കുക. ഇത് ഇത്ര സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആൻസർ ആവും. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് N2Oയുടേത് 81 ആണ്, CO2വിൻ്റെത് -393 ആണ്, 3 ഉണ്ട്. അപ്പോൾ അതാദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യുക, മൈനസ് ദാറ്റ് ഓഫ് ദ റിയാക്റ്റൻസിനെന്ന് പറയുമ്പോഴത്തേക്കും 9.7 പ്ലസ് -110 × 3 7.7 കെൽവിൻ 7 കിലോ ജൂൾ മോളാണ് കിട്ടുന്നത്. കിലോ ജൂൾ പെർ മോളാണ് നമുക്കിവിടെ കിട്ടുന്നത്. എൻതാൽപ്പി ബേസ് ചെയ്ത് ഇതും 3 മാർക്ക് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഒപ്പം തന്നെ ചെയ്ത് പഠിച്ചോണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോയേക്കരുതേ. ഓക്കെ.